ഹലോ ഗായ്സ്, അപ്പം കോഡ് വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ ലിസ്റ്റുകളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, ലിസ്റ്റ് ഇൻ പൈത്തൺ. സോ നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പം പൈത്തണിലെ ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൻ്റെ ഒരു അജണ്ടയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് എ ലിസ്റ്റ്, എന്താണ് ഒരു ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തുവാകും, ലൈക്ക് ഡാറ്റ ടൈപ്സ്, അതായത് നമ്മൾ ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയന്, അല്ലെങ്കിൽ ലിസ്റ്റ് തന്നെ ആവാം. ഓക്കെ, അങ്ങനെ പല ഡാറ്റ ടൈപ്സ് ഉണ്ട് വേറെ. ഓക്കെ, അപ്പം അതാണ് ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. ഓക്കെ, ലിസ്റ്റിനെ നമ്മൾ കൂടുതൽ അടുത്തതിൽ പറയും, അടുത്ത ഓരോന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം കൺസ്ട്രക്റ്റിംഗ് ലിസ്റ്റ്, അതായത് ഒരു ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം. രണ്ട് മെത്തേഡ് ഉണ്ട് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് ഞാനിപ്പോൾ മൈ ലിസ്റ്റ് എന്നുള്ളൊരു വേരിയബിളിലോട്ട് ഇത് ഫസ്റ്റ് മെത്തേഡാണ് ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം മൈ ലിസ്റ്റ് ഈസ് ഈക്വൾ ടു ഇങ്ങനെ ഇട്ടാൽ ഇതിൻ്റെ അർത്ഥം ഞാൻ പ്രിൻറ്റ് മൈ ലിസ്റ്റ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം ഒരു എംപ്റ്റി ലിസ്റ്റ് എന്നുണ്ട്. ഇതൊരു എംപ്റ്റി ലിസ്റ്റാണ്, ഈ ലിസ്റ്റിലൊന്നുമില്ല, എലമെൻറ്റ്സ് ഒന്നുമില്ല. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് മൈ ലിസ്റ്റ് ഈക്വൾ ടു ലിസ്റ്റ് എന്നുള്ള ഒരു ബിൽറ്റ് ഇൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, അതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പം ഇത് ഞാൻ പ്രിൻറ്റ് മൈ ലിസ്റ്റ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം അതുപോലെ രണ്ട് എംപ്റ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിലൊന്നും എലമെൻറ്റ്സ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അതാണ് രണ്ട് മെത്തേഡ്സ്. ഓക്കെ, അപ്പം ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഈ ലിസ്റ്റിലോട്ട് എലമെൻറ്റ്സിന് ആഡ് ചെയ്യാൻ പോകണം. ഞാൻ പറഞ്ഞു ഇത് എലമെൻറ്റ്സ് ഇൻറ്റിജർ ആവാം. ഞാൻ ഇപ്പോൾ 1 എന്നിട്ട് ഇൻറ്റിജറാണ്, ഫ്ലോട്ട് ആവാം 2.4 എന്നിട്ടു, ദെൻ സ്ട്രിങ് ആവാം ഹായ് എന്നിട്ടു, ദെൻ പിന്നെന്താവാം ബൂളിയൻ ആവാം, ട്രൂ ഫോൾസ് എന്നുള്ളതാവാം, ദെൻ പിന്നെ നമുക്ക് ലിസ്റ്റ് തന്നെ ആവാം, പിന്നെ ഡിക്ഷണറി സെറ്റ്, അങ്ങനെ ഒരുപാട് വേറെയും എന്തുണ്ട് ഡാറ്റ ടൈപ്സുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ലിസ്റ്റും കൂടി ഇടാം. ഓക്കെ, ലിസ്റ്റ് ഞാൻ വേറെ ലിസ്റ്റിൻ്റെ ഉള്ളിലൊരു ലിസ്റ്റും കൂടി ഞാൻ സപ്പോസ് 1,3 എന്നുണ്ട്. ഓക്കെ, അതിലൊരു രണ്ട് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പോൾ ലിസ്റ്റ്. ഇത് ഞാൻ പ്രിൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് കാണാം ആ ഒരു ലിസ്റ്റ് ഇവിടെ പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത് നോക്കുന്നത് ഇൻഡെക്സിങ് ആണ്. ഓക്കെ, ഇൻഡെക്സിങ് ഇൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഓരോ എലമെൻറ്റ്സിനെ എടുക്കാനായിട്ട് ഞാൻ സപ്പോസ് പ്രിൻറ്റ് ചെയ്യാൻ പോകണത് മൈ ലിസ്റ്റ് ഓഫ് ഒരു 3 എന്നിട്ടു. ഇത് 3 എന്ന് വെച്ചാൽ ഇവിടെ ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് ലിസ്റ്റിലെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0 ബേസ്ഡ് ആണ്. 0 ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന ഈ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് 0 ആണ്. ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഈ ഒരു ലിസ്റ്റ് 4 ആണ്. ഓക്കെ, അതാണ് ഇൻഡെക്സ്. ഇപ്പോൾ ഇവിടെ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 1 2 3 ട്രൂ എന്നായിരിക്കും ആൻസർ വരിക. നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം ട്രൂ എന്നാണ് വന്നത്. ഓക്കെ, അതാണ് ഇൻഡെക്സിങ്. ഇനിയിപ്പം ഈ നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വരിക, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻഡെക്സ് ചെയ്യുന്നതാണ് നെഗറ്റീവ് ഇൻഡെക്സിങ്. സപ്പോസ് ഞാൻ പറയണം -3 എന്നിടാണ് എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് -1 ആണ്, ഇത് -2, ഇത് -3, ഇത് -4, ഇത് -5, അങ്ങനെയാണ് വരും. ഇപ്പം -3 എന്ന് പറഞ്ഞാൽ -1 -2 -3 ഹായ് എന്നാണ് വരും. ഓക്കെ, ഞാൻ പ്രിൻറ്റ് ചെയ്ത് കാണാം ഹായ് എന്ന് പറഞ്ഞു. അതാണ് നെഗറ്റീവ് ഇൻഡെക്സിങ്. പിന്നെ വരുന്ന ഒരു കോൺസെപ്റ്റാണ് സ്ലൈസിങ്. സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിലൊരു ഒരു ഭാഗം ഇങ്ങോട്ട് എടുക്കുക, ഒരു സ്ലൈസ് എടുക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഈ ഒരു രണ്ട് എലമെൻറ്റ്സിൻ്റെ സ്ലൈസിങ് എപ്പോഴും റിട്ടേൺ ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും എടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒരു ലിസ്റ്റ് എടുക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഇത് രണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻറ്റ് മൈ ലിസ്റ്റ് ഓഫ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഇൻഡെക്സ് 0 ആണിത്, 1 ആണിത്. അപ്പോൾ 1 നിന്ന് തുടങ്ങണം. ഓക്കെ, ദെൻ എനിക്ക് അവസാനിപ്പിക്കേണ്ടത് എവിടെയാണ്, ഈ 2ലാണ്, 2 വരെ മതി. അതായത് ഇത് രണ്ടുമാണ് ഇപ്പോൾ എനിക്ക് എടുക്കേണ്ടത്. അപ്പം ഈ 1 നിന്ന് തുടങ്ങി 2 വരെ മതി. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും 3 വരെ എന്നാണ് ഇവിടെ കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ 3 എപ്പോഴും എക്സ്ക്ലൂഡ് ചെയ്യും, അതായത് 3 ഇൻക്ലൂഡ് ചെയ്യില്ല. 0 1 2 3 ഈ ട്രൂ വരെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ട്രൂ ഇതിൽ ഉൾപ്പെടില്ല, അതിൻ്റെ മുമ്പ് വരെ പോകുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ 1ഉം 2ഉം മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം 1 എന്ന് പറഞ്ഞാൽ 2.4 ആണ്, 2 എന്ന് പറഞ്ഞാൽ ഹായ് എന്നാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം 2.4 ഹായ്. ഓക്കെ, ഈ ലാസ്റ്റ് ആളെപ്പോഴും എടുക്കില്ല. 3 എന്ന് പറഞ്ഞാൽ 3 എടുക്കില്ല, 2 വരെ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ 4 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, 4 എടുക്കില്ല, 3 വരെ എന്ന് വെച്ചാൽ ഈ 3 വരും. പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം 3 വന്നു. അതാണ് സ്ലൈസിങ്. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് സ്ലൈസിങ് ഉണ്ട്. അതായത് ഇപ്പം ഒരു -4 മുതൽ
-1 വരെ. -4 എന്ന് പറഞ്ഞാൽ അത് -1, -2, -3, -4. അപ്പോൾ 2.4 മുതൽ -1 വരെ പറഞ്ഞാൽ -1 ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ അതിന് മുമ്പ് വരെ, അപ്പോൾ ഇതുവരെ -2 വരെ. അപ്പം നിങ്ങൾക്ക് കാണാം ഔട്ട്പുട്ട് എടുത്താൽ ട്രൂ വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് നെഗറ്റീവ് സ്ലൈസിങ്. പിന്നെ നമുക്ക് വരുന്നതാണ് ചേഞ്ച് ഐറ്റം വാല്യൂ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹായ് മാറ്റി എനിക്ക് ഹലോ ആക്കണം. ഓക്കെ, അതെന്ത് ചെയ്യും? ഞാനെന്ത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. മൈ ലിസ്റ്റ് ഓഫ് ഈ ഹായിൻ്റെ ഇൻഡെക്സ് എടുക്കുക. അത് ഇത് ഇൻഡെക്സ് 0, ഇത് 1, ഇത് ഹായ് എന്നുള്ളത് 2 ആണ്. മൈ ലിസ്റ്റ് ഓഫ് 2 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈസ് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് ഹായ് മാറ്റി ഹലോ എന്നാക്കി. ഓക്കെ, ഞാൻ പ്രിൻറ്റ് ചെയ്താൽ പ്രിൻറ്റ് മൈ ലിസ്റ്റ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം അത് ഹലോ ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ഐറ്റമിൻ്റെ വാല്യൂ മാറ്റുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് വരുന്ന ലൂപ്പ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ പറയുന്നത് മാത്രം. ലൂപ്പിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യും. അപ്പം അതെന്താ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ എലമെൻസിനെയും ഇങ്ങനെ ഓരോ എലമെൻസും നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്യുക. അതാണ് ആ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ലൂപ്പ് പലതരത്തിലുള്ള ലൂപ്പുണ്ട്. ഫോർ ലൂപ്പ്, വൈ ലൂപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർ ലൂപ്പാണ്. അപ്പോൾ ഫോർ ലൂപ്പ് എന്ന് വെച്ചാൽ ഫോർ ഐ ഇൻ, ഞാൻ ആദ്യം ജസ്റ്റ് എഴുതാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മൈ ലിസ്റ്റ് ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഫോർ ഐ ഇൻ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൈ ലിസ്റ്റിലെ ഓരോ എലമെൻസിലും ആ ഐയിലേക്ക് ഇങ്ങനെ വരും. ഇപ്പോൾ സപ്പോസ് ആദ്യം എന്ത് വരും? ഈ 1 വരും. ഐ എന്ന് പറയുമ്പോൾ 1 ആവും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഞാൻ എന്ത് കോഡാണ് എഴുതി അത് എക്സിക്യൂട്ട് ആവും. പിന്നെ എന്ത് ചെയ്യും? 2.4 എന്നുള്ളത് വരും അതിലേക്ക്. പിന്നെ ഹായ് എന്ന് വരും. പിന്നെ ട്രൂ എന്ന് വരും. അപ്പോഴൊക്കെ ഈ അടിയിലുള്ള കോഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. ഇത് തീരുന്നവരെ, അതായത് ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും പ്രാവശ്യം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഈ ലൂപ്പിൻ്റെ കോൺസെപ്റ്റ്. ഞാൻ ജസ്റ്റ് ഇവിടെ പ്രിൻറ്റ് ഐ എന്ന് കൊടുത്താൽ ആദ്യം എന്ത് ചെയ്യും? ഐ ഇവിടെ 1 ആവും. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് 1 വരും. ഓക്കെ, പ്രിൻറ്റ് ആ 1 പ്രിൻറ്റ് ചെയ്യും. പിന്നെ 2.4 പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഹായ് പ്രിൻറ്റ് ചെയ്യും. അതാണ് കോൺസെപ്റ്റ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് ലൂപ്പിൻ്റെ കോൺസെപ്റ്റ്. ദെൻ പിന്നെ നമുക്ക് വരുന്നതാണ് എക്സിസ്റ്റൻസ് ചെക്കിങ്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ ലിസ്റ്റിൽ ഹായ് എന്നുള്ള എലമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ ഇല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്താൽ ഇഫ് ഹായ്, ഈ ഹായ് എന്നുള്ള എലമെൻറ്റ് ഇൻ മൈ ലിസ്റ്റ്, അതായത് സിമ്പിൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പോലെ തന്നെ ഹായ് എന്നുള്ളത് മൈ ലിസ്റ്റിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോകണം? പ്രിൻറ്റ് ട്രൂ. ഉണ്ട്, ഒരു ട്രൂ എന്നുള്ള വാല്യൂ ബുളിയൻ പ്രിൻറ്റ് ചെയ്യാൻ പോകണം. ഇനി അത് അതർവൈസ് ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ എൽസ്, അതായത് ഹായ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫോൾസ് എന്ന് പറയാം. ഓക്കെ, ഫോൾസ്. ഞാനിത് പ്രിൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ട്രൂ എന്ന് വന്നു. അതായത് ഹായ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അത് ഓക്കെയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഹലോ എന്ന് കൊടുത്താലോ? ഹലോ ഇല്ല. അപ്പോൾ എന്ത് വരും? ഈ എൽസിലോട്ട് പോയിട്ട് ഫോൾസ് എന്ന് വരും. ഓക്കെ, അതാണ് എക്സിസ്റ്റൻസ് ചെക്കിങ്. പിന്നെ നമുക്ക് വരുന്നത് ലെങ്ത് ഓഫ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൻ്റെ ലെങ്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5. ഓക്കെ, 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്താൽ മതി? പ്രിൻറ്റ് ലെൻ ഓഫ് എന്നുള്ള മെത്തേഡ് ഉണ്ട്, ബിൽറ്റ് ഇൻ മെത്തേഡ്. മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? 5 എന്ന് വന്നിട്ടുണ്ട്. അതാണ് ലെങ്ത്ത്. പിന്നെ നമുക്ക് വരുന്ന അപ്പൻഡ് ഓർ ഇൻസേർട്ട്. അപ്പൻഡും ഇൻസേർട്ടും എന്ന് വെച്ചാൽ നമുക്ക് ഈ ലിസ്റ്റിൽ ഒരാളെ ആഡ് ചെയ്യണം. എനിക്കിപ്പം ഈ 1, 3ക്ക് ശേഷം ഒരാളെയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? അതിനുള്ളൊരു മെത്തേഡാണ് മൈ ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ്. അപ്പൻഡ് പറഞ്ഞപ്പോഴും അവസാനമാണ് ആഡ് ചെയ്യുക. ഈ ലിസ്റ്റിൻ്റെ അവസാനത്തേക്കാണ് ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഹലോ എന്നാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ലിസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാം ഈ ഹലോ എന്നിവിടെ വന്നു. ഓക്കെ, അതാണ് കോൺസെപ്റ്റ്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എനിക്കിപ്പോൾ ഈ 1 കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇവിടെ 2 എന്നുള്ളൊരു വാല്യൂ, സപ്പോസ് 2 എന്നുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? അത് വളരെ സിമ്പിളാണ്. ഈ അപ്പൻഡ് പോലെ തന്നെ അവിടെ പറഞ്ഞു ഇൻസേർട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളടത്ത് ഇൻസേർട്ട് ചെയ്യാം. അതായത് ഇൻസേർട്ടിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇൻഡെക്സ് ആണ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 0 ഇൻഡെക്സ് ആണ്. എനിക്ക് വേണ്ടത് ഇവിടെയാണ് 2 വരേണ്ടത്. അപ്പോൾ ഇത് ഇൻഡെക്സ് 1-ലായിരിക്കും. അപ്പോൾ 1 എന്നാണ് നമ്മൾ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് കൊടുക്കേണ്ടത്. എവിടെയാണ്? ഇൻഡെക്സ് 1-ലാണ് വേണ്ടത്. ഇനി എന്താണ് വേണ്ടത്? എനിക്ക് 2 എന്നുള്ളൊരു വാല്യൂ ആണ് അവിടെ വരേണ്ടത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹലോ ഇങ്ങനെ കൊടുക്കാം. എനിക്ക് 2 എന്നുള്ള വാല്യൂ വരേണ്ടത്. അപ്പോൾ ഞാൻ 2 എന്നിട്ടു. ഞാൻ എന്ത് ചെയ്തു? ഇത് പ്രിൻറ്റ് മൈ ലിസ്റ്റ് എന്നൊന്നും കൂടി ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, 2.4ന് മുമ്പ് 1ൻ്റെ ശേഷം 2 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇൻസേർട്ട് എന്നുള്ള കോൺസെപ്റ്റ്. ഇനി വരുന്നത് നമ്മൾ റിമൂവ് ചെയ്യണം. ഒരു ഐറ്റം റിമൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? അതാണ് ഇനി അടുത്ത കോൺസെപ്റ്റ്. അപ്പം മൈ ലിസ്റ്റ് ഡോട്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് റിമൂവ് എന്നുള്ള മെത്തേഡാണ്. എന്ന് വെച്ചാൽ ഏത് വാല്യൂ ആണ്, അതായത് ഇപ്പോൾ ഹായ് എന്നുള്ളൊരു വാല്യൂ ഇതാണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റിമൂവ് എന്ത് ചെയ്യാൻ പോകണേ? ഹായ് എന്നിട്ട് കൊടുത്തു എന്ന് വെച്ചാൽ ഹായ് എന്നുള്ള റിമൂവ് ആയി. ഹായ് ഇതിലില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് മെത്തേഡ്. പിന്നെ ഒന്ന് പോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മൈ ലിസ്റ്റ് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ ലിസ്റ്റിലെ ലാസ്റ്റ് എലമെൻ്റാണ് റിമൂവ് ആവുക. ഓക്കെ, ലാസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ 1, 3 ആണ് ഇവിടെ പോവുക. അപ്പം നിങ്ങൾ നോക്കിയാൽ 1, 3 പോയി. ഇനി പോപ്പിന് വേറൊരു
ആർഗ്യുമെൻറ്റ് കൊടുക്കാണ്ട്, അതായത് വേണമെങ്കിൽ കൊടുക്കാം എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഇൻഡെക്സ് താഴെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. എനിക്കിപ്പം ഈ ഹായ് ഡിലീറ്റ് ചെയ്യണം സപ്പോസ്. അപ്പോൾ ഈ ഹായിൻ്റെ ഇൻഡെക്സ് എത്ര? 0, 1, 2. സെക്കൻഡ് 2 ആണ് ഇൻഡെക്സ്. അപ്പോൾ പോപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ആർഗ്യുമെൻറ്റ് കൊടുക്കാം 2 എന്ന് കൊടുത്താൽ ആ ഹായ് ആണ് പോവുക. ഓക്കെ, ആ ഹായ് പോയി. അതാണ് പോപ്പിൻ്റെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ. പിന്നെ വരുന്നത് ഡിലീറ്റ് എന്നുള്ളൊരു കീവേഡ് ഉണ്ട് പൈത്തണിൽ. അത് വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് റിമൂവിനെ പോലെ തന്നെ അല്ലെങ്കിൽ പോപ്പിനെ പോലെ തന്നെ വേറെ മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഡെൽ എന്നുള്ള കീവേഡ്, സോറി ഇത് കീവേഡാണ്. ഡെൽ എന്നുള്ള കീവേഡ് വെച്ചിട്ട് ഡെൽ മൈ ലിസ്റ്റ് ഓഫ് സെയിം ഇൻഡെക്സ് ഇപ്പം ഹായ് തന്നെ ആണെങ്കിൽ ഇൻഡെക്സ് 2 ആണ്. അപ്പം നമ്മൾ പ്രിൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഹായ് പോയിട്ടുണ്ട്. ഓക്കെ, സെയിം തിങ്. അപ്പം അതാണ് ഡെൽ. പിന്നെ വരുന്ന ക്ലിയർ എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിലെ എല്ലാ എലമെൻറ്റ്സും റിമൂവ് ചെയ്യണം. അതായത് നമുക്ക് കിട്ടേണ്ട ഒരു എംപ്റ്റി ലിസ്റ്റ് ആവണം, എല്ലാം റിമൂവ് ചെയ്തിട്ട്. അങ്ങനെയാണ് ക്ലിയർ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് കാണാം എംപ്റ്റി ലിസ്റ്റ് നമുക്ക് കിട്ടി. അതാണ് ഈ റിമൂവിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് വരുന്നതാണ് കോപ്പി എ ലിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ ലിസ്റ്റ് വേറെ ലിസ്റ്റിലേക്ക് കോപ്പി ചെയ്യണം. അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് നമ്മൾ വിചാരിക്കും ന്യൂ ലിസ്റ്റ് ഈസ് ഈക്വൽ ടു മൈ ലിസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ ഈ മൈ ലിസ്റ്റിലെല്ലാം ന്യൂ ലിസ്റ്റിലേക്ക് വന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ മൈ ലിസ്റ്റ് എന്നുള്ളത് ഒരു പോയിൻ്ററാണ്. അതായത് ഈ ലിസ്റ്റിലേക്കുള്ളൊരു പോയിൻ്റർ മാത്രമായിരിക്കും മൈ ലിസ്റ്റ് എന്നുള്ള വേരിയബിളിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ മൈ ലിസ്റ്റ് എന്നുള്ള വേരിയബിളിൽ ആ പോയിൻ്ററാണ് ന്യൂ ലിസ്റ്റിലേക്ക് വരിക. അപ്പോൾ പോയിൻ്റർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ രണ്ട് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് ഇവിടേക്കായിരിക്കും. അപ്പോൾ നമുക്ക് പ്രശ്നമാകും. അതായത് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ന്യൂ ലിസ്റ്റിൽ ഹായ് എന്ന് മാറ്റി ഹലോ ആക്കണം. അപ്പോൾ ഹായിൻ്റെ ഇൻഡെക്സ് 2 ആണ്. അത് ഞാൻ ഈക്വൽ ടു ഹലോ എന്നാക്കി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോണ് എൻ്റെ പഴയ ലിസ്റ്റും എൻ്റെ പുതിയ ലിസ്റ്റും ന്യൂ ലിസ്റ്റും ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ടിലും ഹലോ ആയിട്ടുണ്ട്. ഞാൻ മാറ്റിയത് എവിടെയാണ്? ന്യൂ ലിസ്റ്റിലാണ് മാറ്റിയത്. പക്ഷേ മാറിയത് എവിടേക്കാണ്? ഹലോ എന്ന് മൈ ലിസ്റ്റിലും മാറി, ന്യൂ ലിസ്റ്റിലും മാറി. അപ്പോൾ എന്ന് വെച്ചാൽ ആ പോയിൻ്റ് ചെയ്യുന്നത് രണ്ടും ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ രണ്ടും മാറും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പം അതിനുള്ളൊരു മെത്തേഡാണ്. രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നാണ് കോപ്പി. എനിക്ക് നേരെ എന്ത് പറയാം? ന്യൂ ലിസ്റ്റ് ഈക്വൽ ടു മൈ ലിസ്റ്റ് ഡോട്ട് കോപ്പി എന്നുള്ള മെത്തേഡ് വിളിക്കാം. ഇനി ഞാൻ നേരത്തെ തന്നെ ഒന്നുകൂടി Ctrl Z അടിച്ച് നേരത്തെ കോഡ് ഒന്നുകൂടി വരുത്താം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ന്യൂ ലിസ്റ്റ് ഈക്വൽ ടു മൈ ലിസ്റ്റ് ഡോട്ട് കോപ്പി എന്നടിച്ചു. ഓക്കെ, ഞാൻ ഇതേപോലെ ഒന്ന് പ്രിൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് കാണാം ഇത് മാറിയിട്ടില്ല. പഴയ ലിസ്റ്റ് മാറിയില്ല, പുതിയ ലിസ്റ്റ് മാറി. അപ്പം അതാണ് ഫസ്റ്റ് മെത്തേഡ്. പിന്നെ വരുന്നത് ലിസ്റ്റ് ഓഫ് എന്നുള്ള നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു കൺസ്ട്രക്ടർ, ആ ഒരു ബിൽറ്റ് ഇൻ മെത്തേഡ് എന്ന് വെച്ചാൽ ന്യൂ ലിസ്റ്റ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് നമ്മളെ പഴയ ലിസ്റ്റ് മൈ ലിസ്റ്റ്. ഇങ്ങനെയാണെങ്കിലും വർക്ക് ചെയ്യും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഹായ് മാറിയിട്ടില്ല, ഇവിടെ ഹലോ മാറി. ഓക്കെ, അപ്പം ഇതാണ് രണ്ട് മെത്തേഡ് കോപ്പി ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വരുന്നത് ജോയിനിങ് ലിസ്റ്റ്. എനിക്കിപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം രണ്ട് ലിസ്റ്റ് ഉണ്ട് എനിക്ക്. ഓക്കെ, ഈ രണ്ട് ന്യൂ ലിസ്റ്റും ഉണ്ട്, മൈ ലിസ്റ്റും ഉണ്ട്. രണ്ടും ഒന്നാണെങ്കിലും രണ്ട് ലിസ്റ്റുകളാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് ലിസ്റ്റ് എനിക്ക് ജോയിൻ ചെയ്യണം. ഇത് രണ്ടും കൂടി കൂട്ടി ഒരു ലിസ്റ്റ് ആക്കണം. അത് നമ്മൾ 3 മെത്തേഡ് ഉണ്ട്. അതായത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോൺകാറ്റിനേഷനാണ്, അതായത് മെർജ് ചെയ്യാനുള്ളത്. അതായത് സപ്പോസ് ഇങ്ങനെ പറയണം പ്രിൻറ്റ് മൈ ലിസ്റ്റ് പ്ലസ് ന്യൂ ലിസ്റ്റ്. അപ്പം എന്ന് വെച്ചാൽ മൈ ലിസ്റ്റിലും ന്യൂ ലിസ്റ്റിലുള്ള രണ്ടും കൂടി മെർജ് ചെയ്യാം. അപ്പോൾ ഞാനത് പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം രണ്ടും കൂടി മെർജായ പുതിയൊരു ലിസ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ഒരു മെത്തേഡ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് ഫോർ ലൂപ്പ് ആൻഡ് അപ്പൻഡ് ആണ്. ഇത് നിങ്ങൾക്കൊരു ചാലഞ്ചാണ്. അതായത് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കുറച്ച് മുമ്പ് നിങ്ങൾ അതിൻ്റെ ഒരു ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൻഡ് എന്നുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തത് നമ്മൾ നേരത്തെ ലിസ്റ്റിലെ ലാസ്റ്റിലേക്ക് ഓരോ എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ അപ്പൻഡ് എന്നുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ചാലഞ്ചാണ് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ന്യൂ ലിസ്റ്റിൽ നമ്മൾ ഫോർ ലൂപ്പ് ഇട്ടിട്ട് അതിൽ ഓരോ എലമെൻറ്റ്സ് എടുത്തിട്ട് ഈ മൈ ലിസ്റ്റിലേക്ക് ഇങ്ങനെ അപ്പൻഡ് ചെയ്യാം. ആ ഒരു കോഡ് നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ഒരു ട്രൈ അടിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോർ ഐ എൻ ന്യൂ ലിസ്റ്റിലൂടെ നമ്മൾ ലൂപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ മൈ ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് അതിൻ്റെ അവസാനത്തേക്ക് നമ്മൾ ഈ ഓരോ ഐ ഇപ്പോൾ ന്യൂ ലിസ്റ്റിൽ ആദ്യം 1 ആവും, പിന്നെ 2.4 ആവും, അങ്ങനെ അതൊക്കെ നമ്മൾ ഈ മൈ ലിസ്റ്റിലേക്ക് ഇങ്ങനെ അപ്പൻഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ മൈ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം എന്ത് സെയിം റിസൾട്ട്, പുതിയ ലിസ്റ്റ് എല്ലാ 2 എലമെൻറ്റ്സ് ഉള്ളത്. ഓക്കെ, അതാണ് സെക്കൻഡ് മെത്തേഡ്. പിന്നെ ഒരു മെത്തേഡ് എന്താണ്? എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന മെത്തേഡ്. അത് ഒന്നും കൂടി സിമ്പിളാണ്, കോപ്പിയൊക്കെ പോലെ തന്നെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പോണേ? മൈ ലിസ്റ്റ് ഡോട്ട് എക്സ്റ്റെൻഡ്. അതായത് എനിക്ക് ഏത് ലിസ്റ്റിനാണോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആ ലിസ്റ്റ് ഡോട്ട് എക്സ്റ്റെൻഡ്. എനിക്ക് മൈ ലിസ്റ്റ് ഡോട്ട് എക്സ്റ്റെൻഡ് എനിക്ക് അതിൻ്റെ ഒപ്പം കൂടി വരണം, എന്നെ ന്യൂ ലിസ്റ്റ് കൂടി വരണം. ഇനിയിപ്പോൾ ഞാൻ മൈ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഈ സെയിം ആൻസറാണ് വന്നത്.
അപ്പോൾ അതാണ് 3 മെത്തേഡ്, ജോയിൻ ചെയ്യാനുള്ള 3 മെത്തേഡ്. അപ്പം ഇതൊക്കെയാണ് സ്ട്രിങ്ങിൻ്റെ കാര്യങ്ങൾ, ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനിയും ലിസ്റ്റിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ എല്ലാം കൂടി ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ബിഗിനർ ലെവലിൽ നമ്മൾ പറയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ റെഫറൻസിന് നിങ്ങൾക്ക് ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും, നിങ്ങൾക്കത് ഫ്രീ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫയൽ, ഇതിൻ്റെ ഫയൽസ് ഞാൻ ഗിറ്റ് ഹബിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് അതും റെഫർ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.